Hi, good morning, everyone. Good morning, sir. Have a beautiful day. എല്ലാവരും ഹാപ്പി അല്ലേ? Happy. താങ്ക് യു. എൻ്റെ പേര് ഹൈസാം. ഞാൻ വിമ്പിളിലെ സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ തന്നെ സൈക്കോളജി കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടെ ട്രെയിനറും മെഡിറ്റേഷൻ പ്രാക്ടീഷണറുമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്നിവിടെ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നൊസ്റ്റാൾജിയെ കുറിച്ചാണ്. എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ പഴയ കാര്യങ്ങളിലേക്ക്, നമ്മുടെ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിച്ചു പോവാം. എല്ലാവരും റെഡി അല്ലേ? Yes, yes, sir. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ തിരക്കിട്ട ഡിജിറ്റൽ ജീവിതത്തിൽ, ആ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മളൊരു പഴയ കാലത്തുള്ള ഒരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കണ്ണുകൾ ഒരുപാട് പിറകോട്ട് പോകാറുണ്ട്. നമ്മുടെ മനസ്സ് കുറേ പിറകോട്ട് പോകാറുണ്ട്, അല്ലേ? എല്ലാവർക്കും ഉണ്ടാവുന്ന അനുഭവങ്ങളല്ലേ അത്? അപ്പൊ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ വെറും ഓർമ്മകൾ മാത്രമല്ല, നമ്മളെ നാമായി നിർത്തുന്ന ഒരു അദൃശ്യ നൂലുകൊണ്ടുള്ള കെട്ടാണത്. അതിൻ്റെ ആ ഒരു ഓർമ്മയിൽ, ആ മധുരമായ ഓർമ്മകളിൽ, വേദനകളിൽ ചേർന്ന് നമ്മെ നാമാക്കി നിർത്തുന്ന ആ ഒരു യാത്ര. അപ്പോൾ ഇന്ന് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പഴയ കാലത്തിൻ്റെ തണലിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. അപ്പം എൻ്റെ കൂടെ എല്ലാവരും മനസ്സുകൊണ്ട് ആ ഒരു യാത്രയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായ ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോയി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വോയിസ് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അതിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എത്താൻ സാധിക്കുക. അപ്പോൾ കണ്ണുകൾ അടച്ചു വെച്ചിട്ട് ഞാൻ പറയുന്ന വോയിസിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വളരെ റിലാക്സ് ആയ ഒരവസ്ഥയിലിരിക്കുക. മനസ്സും ശരീരവും വളരെ ശാന്തമായിട്ട് റിലാക്സ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ കണ്ണുകൾ പതിയെ അടച്ചു വെക്കുക. ദീർഘമായൊരു ശ്വാസം എടുത്തുകൊണ്ട് പതിയെ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ വളരെ ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക. വളരെ കാമായിട്ടുള്ള, റിലാക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മനസ്സും ശരീരവും വളരെ റിലാക്സ് ആയ ഒരു ഫീലിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളുടെ ആ കാലത്തിൻ്റെ തുരുമ്പിച്ച പേജുകളിലേക്ക് 80കളിലും 90കളിലും നമ്മുടെ കുട്ടിക്കാലം ജീവിച്ച ആ ദിനത്തിലേക്ക് നമുക്കൊന്ന് യാത്ര പോവാം. നിങ്ങളുടെ കുട്ടിക്കാലത്തെ വീട് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ കണ്ട ആ ഒരു വീടില്ലേ, അത് ഓർക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് ഒന്ന് നോക്കൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്തെ വീട്ടിലാണ്. ആ വീട് ചിലപ്പോൾ പഴയ നാലുകെട്ടാവാം, അല്ലെങ്കിൽ ചെറിയ ഓടിട്ട വീടാവാം, അതുമല്ലെങ്കിൽ ഓലമേഞ്ഞ വീടായിരിക്കും. നമുക്ക് ആ വീട് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. ആ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലേ?
ഓരോ മുറികളും നമ്മളെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. മണ്ണിട്ട് നിരത്തിയ മുറ്റവും ചുറ്റും മാവും പ്ലാവും മരങ്ങളൊക്കെ നിറഞ്ഞ പറമ്പുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. ഓർത്ത് നോക്കൂ, രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മയും ഉമ്മയും കയ്യിൽ നിന്ന് വരുന്ന ചൂടുള്ള ചായയായിട്ട് വരുന്ന അതിൻ്റെ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ടോ? അടുക്കളയിൽ പണിയെടുക്കുന്നതിൻ്റെ ശബ്ദങ്ങൾ, പുട്ടും കടലയൊക്കെ ഉണ്ടാക്കുന്നത്, ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്ന അച്ഛനെ കാണുന്നുണ്ട്. നമുക്കൊരു ശബ്ദം ശ്രദ്ധിച്ചു നോക്കിയാൽ കേൾക്കാൻ പറ്റും. റേഡിയോയിൽ നിന്ന് ആകാശവാണിയുടെ വാർത്തകൾ ഒഴുകുന്ന, വാർത്തകൾ വായിക്കുന്നത് എന്ന ശബ്ദം നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടോ? ആ പഴയ ഗാനങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ, നാടകത്തിൻ്റെയും സിനിമയുടെയും ശബ്ദരേഖകൾ കേട്ട് അകക്കണ്ണിൽ നാം ചിത്രം കാണാറുണ്ടോ അന്നത്തെ കാലത്ത്? നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല ആ ഒരു ദിനങ്ങൾ. നിങ്ങൾ വീടിൻ്റെ ഉള്ളിലെ ഓരോ മുറികളും നിങ്ങളെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നില്ലേ? കുട്ടിക്കാലത്ത് നിങ്ങൾ കട്ടിലിനടിയിലും വാതിലിനിടയിലൊക്കെ ഒളിച്ചിരുന്ന് കളിക്കുന്നത് ഓർമ്മയുണ്ടോ? സഹോദരിമാരെയും കൂടെ തല്ലുകൂടുന്നതും കരയുന്നതും പിന്നെ അമ്മ വന്ന് വഴക്ക് പറയുന്നതും, എല്ലാ ഓർമ്മകളും നമ്മളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടല്ലേ? പിന്നീട് പിണക്കം പെട്ടെന്ന് മാറി വീണ്ടും കളികൾ ആരംഭിക്കുന്നത്, എല്ലാ ചിത്രങ്ങളും മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് മഴക്കാലം ഓർമ്മയുണ്ടോ? മഴ പെയ്തു കഴിഞ്ഞാൽ മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കും. കോരിച്ചൊരിയുന്ന മഴയത്ത് ആ വീടിൻ്റെ ഉമ്മറത്ത് തിണ്ണയിലിരുന്ന് മഴ ആസ്വദിക്കാറില്ലായിരുന്നു. ശക്തമായ കാറ്റടിക്കുന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും മരങ്ങൾ വീഴുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവാറില്ലായിരുന്നു. ആ മഴ പെയ്ത് നിറഞ്ഞു നിൽക്കുന്ന മുറ്റത്തെ വെള്ളത്തിൽ കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കി ഒഴുക്കി വിട്ടത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ തോരാൻ വേണ്ടി കാത്തിരിക്കും, മാവിൻ്റെ ചുവട്ടിൽ മാങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ. മത്സരിച്ച് ഓടിപ്പോയിട്ട് പെറുക്കിയെടുക്കാറില്ലായിരുന്നു. ആ മഴ പെയ്ത വെള്ളം ഒലിച്ചു പോകുമ്പോൾ ഇടവഴിയിലൂടെയുള്ള വെള്ളം ഒഴുകി പോകുന്നതിനെ നമ്മൾ തടയണ കെട്ടി നിർത്തുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ? മണ്ണിട്ട് തടയണ കെട്ടി നിർത്തുന്നത്. മഴക്കാലത്ത് നമ്മൾ പുഴയിലോ കുളത്തിലോ ഒക്കെ കുളിക്കാൻ പോവാറുണ്ടായിരുന്നു. നീന്താൻ പോകുന്നവരുണ്ടാവും അല്ലേ? തോർത്തുമുണ്ടൊക്കെ അരയിൽ കെട്ടി വീട്ടിൽ നിന്ന് കാണാതെ പോകുന്നവരുണ്ടാവും ആ കൂട്ടത്തിൽ. വീട്ടിലെ ആ പഴയ ഫോട്ടോ ആൽബം ഒന്ന് തുറന്നു നോക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കറുപ്പും വെളുപ്പും ഫോട്ടോകൾ, നിങ്ങൾ ചിരിക്കുന്ന മുഖം എല്ലാം കാണാൻ കഴിയുന്നുണ്ടോ? ആ സുരക്ഷിതത്വം, ആ സ്നേഹം, അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരട്ടെ. നിങ്ങളുടെ കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാരെ ഓർക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അയൽപക്കത്തുള്ള വീട്ടിലെ നമ്മുടെ കളിക്കൂട്ടുകാർ, അവരൊന്നിച്ച് നമ്മൾ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ടോ? 80കളിലും 90കളിലും മൊബൈലോ
മറ്റ് ഗെയിമുകളോ ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച ഒരുപാട് കളികൾ നമ്മൾ കളിക്കാറില്ലായിരുന്നു. കൂട്ടുകാരോടൊത്ത് ഒരുപാട് കളികൾ കളിക്കാറുണ്ടായിരുന്നു. ആ കളികളൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങളെല്ലാവരും സാറ്റ് കളിച്ചിട്ടുണ്ടാവില്ലേ? മരത്തിൻ്റെ മേലെ കണ്ണ് പൊത്തിയിട്ട് എണ്ണുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ ഓടി ഒളിക്കും. ഓരോ മരത്തിൻ്റെ ഇടയിലും പൊന്തക്കാട്ടിലൊക്കെ പോയിട്ട് ഒളിച്ചു നിന്നിട്ട് ഹൃദയമിടിപ്പോടെ കാണുന്നുണ്ടോ എന്നുള്ള പേടിയോടുകൂടെ ഒളിച്ചിരിക്കുന്നവരൊക്കെ. ആ കളികളൊക്കെ നിങ്ങൾ കളിച്ചിട്ടില്ലേ? കോലി കളിച്ചവരുണ്ടാവും, കബഡി കളിച്ചവരുണ്ടാവും, കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് പന്ത് കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തിയിട്ട് ഓടിക്കളയുന്ന കളിയില്ലേ, 7 സ്റ്റോൺ കളി. ആ കളികളൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ചില്ലിയും കോലും കളിക്കുന്നത് ഓർക്കുന്നുണ്ടോ? പെൺകുട്ടികൾ കളം വരച്ചിട്ട് വട്ട് കളിക്കുന്നത് ഓർക്കുന്നുണ്ടോ? പൊട്ടിയ ടൈൽസിൻ്റെ കഷ്ണം നെറ്റിയിൽ വെച്ചിട്ട് കള്ളിയിലൂടെ തുള്ളിയിട്ട് അപ്പുറം പോകുന്നതും. അതേപോലെ തന്നെ തുണികളും ഓലക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് മറച്ച് പന്തൽ കെട്ടിയിട്ട് വീടുണ്ടാക്കി അതിൽ ചിരട്ട കൊണ്ട് നമ്മൾ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിച്ചിട്ട് അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് കളിച്ച കളികളൊക്കെ ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്? ഒരുപാട് കളികൾ കളിച്ചിരുന്നു അല്ലേ അന്ന്? ഓർത്തെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഓരോ കളികളും? കളിക്കുന്ന സമയത്ത് അടുത്ത റോട്ടിലൂടെ ജീപ്പിൽ അനൗൺസ് ചെയ്ത് പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ലൗഡ് സ്പീക്കർ വെച്ചിട്ട് പാട്ട് വെച്ച് അനൗൺസ് ചെയ്തു പോകുന്ന ജീപ്പിന്റെ പിറകെ ഓടാറില്ലായിരുന്നു നോട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട്? ആ നോട്ടീസ് എടുക്കാൻ വേണ്ടി മത്സരിച്ച് ഓടുമായിരുന്നു അല്ലേ? നാട്ടിൽ നടക്കുന്ന പ്രോഗ്രാമിന്റെ നോട്ടീസ്, ഗാനമേളയും നാടകത്തിൻ്റെ ഒക്കെ നോട്ടീസ് പെറുക്കിയെടുക്കാറുണ്ടായിരുന്നു. കല്ല് വെച്ചിട്ട് കല്ലുകളി കളിക്കാറുണ്ടായിരുന്നു. ആ കളികളിലെ ആ ചിരി, ആവേശം, ചെറിയ ചെറിയ പരുക്കുകൾ പോലും എല്ലാം നമുക്ക് നൊസ്റ്റാൾജിയായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രിയപ്പെട്ട കളി ഏതായിരുന്നു? മനസ്സിൽ ഓർക്കാൻ പറ്റുന്നുണ്ടോ? അത് വീണ്ടും മനസ്സിൽ ജീവിക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ ആദ്യ അക്ഷരം പഠിച്ച നമ്മുടെ സ്കൂളിലേക്കൊന്ന് പോയാലോ? ആ സ്കൂളിൻ്റെ തുരുമ്പിച്ച ഗേറ്റിന് മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ പഴയ സ്കൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യൂണിഫോമും ബാഗും തോളിലിട്ടിട്ട് ആ സ്കൂളിൻ്റെ മുറ്റത്തൂടെ നടന്ന് ക്ലാസ്സിലേക്ക് പോകുന്ന ആ കുട്ടിയെ കാണുന്നുണ്ടോ? അസംബ്ലി ഗ്രൗണ്ടിൽ നിന്ന് ദേശീയ ഗാനം പാടുന്നതും ക്ലാസ്സിലിരിക്കുന്ന ടീച്ചറും ആ ബ്ലാക്ക് ബോർഡും ടെസ്റ്ററും ചോക്കും എല്ലാം മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ടോ? നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന നമ്മളെ കൂട്ടുകാരില്ലേ, അടുത്തിരിക്കുന്നവര്, അന്ന് നമ്മുടെ കയ്യിലുള്ള ആ ബാഗ് നിങ്ങളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ? ചില ആളെ കയ്യിൽ അലൂമിനിയത്തിൻ്റെ ബോക്സ്, ചില ആളെ കയ്യിൽ ക്ലിപ്പ് ഇടുന്ന ബാഗ്, ചിലത് വലിച്ച് ടൈറ്റാക്കുന്ന ടൈപ്പ്. കവറിലൊക്കെ ബുക്ക് കൊണ്ടുവരുന്നവരുണ്ടായിരുന്നു അല്ലേ അന്ന്? ടെക്സ്റ്റൈൽസിൻ്റെ കവറിലൊക്കെ. ഓർക്കുന്നുണ്ടോ? നടരാജൻ്റെ ബോക്സ്, അതേപോലെ തന്നെ പെൻസിലുകൾ,
നമ്മൾ പെൻസിൽ കൂർപ്പിക്കുന്നതൊക്കെ, കൂർപ്പിക്കും തോറും പൊട്ടിപ്പോകുന്നതൊക്കെ ഓർക്കുന്നില്ല. ഇന്റർവെൽ അടിച്ചോ എന്ന് കാത്തിരിക്കാറുണ്ടായിരുന്നു അല്ലേ? ആ ബെല്ലടിക്കുന്നത് കേട്ടാൽ നമ്മൾ ഇറങ്ങി ഓടുമായിരുന്നു. സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു പെട്ടിക്കടല്ലേ, ആ പെട്ടിക്കട ലക്ഷ്യം വെച്ച് നമ്മൾ ഓടും അല്ലേ? പൈസ ഇല്ലെങ്കിൽ അവിടെ പോയി നിൽക്കും നമ്മൾ. എന്നിട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടുള്ള ഒരുപാട് മിഠായികളുണ്ട്. നമ്മൾ നോട്ടിട്ട് വെച്ച ഒരുപാട് മിഠായികളുണ്ട്, അച്ചാറുകളുണ്ട്. നല്ല നാരങ്ങന്റെ അച്ചാറല്ലായിരുന്നു അന്നൊക്കെ? എന്ത് ടേസ്റ്റ് ആയിരുന്നു അല്ലേ അതിന്? ഒരുപാട് മിഠായികൾ ഭരണിയിൽ വെച്ചിട്ടുണ്ടാവും. കുറേ മിഠായികൾ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. പുളിയച്ചാറ്, പുളിപ്പൊടി, പല പല മിഠായികൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നില്ലേ? ആ മിഠായികൾ വാങ്ങി നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കായിരുന്നു അല്ലേ അന്ന്? 5 പൈസക്കും 10 പൈസക്കൊക്കെ അന്ന് നമുക്ക് മിഠായി കിട്ടായിരുന്നു. ഉച്ചക്കഞ്ഞിന്റെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റുമായിട്ട് ഓടിപ്പോകുന്നവരില്ലേ? തീറ്റ കൊതിയന്മാരൊക്കെ അല്ലേ നമ്മളെ കൂട്ടത്തില്? ആ ചെറുപയറും ചോറും കിട്ടാൻ വേണ്ടിയിട്ട് വരിക്ക് നിന്നിട്ടില്ലേ നമ്മള്? ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിന് വേറൊരു സ്മെല്ലാണ് അല്ലേ? ചോറ് തിന്ന ആ ചെറുപയറും ചോറിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടാവും. ആ ബെഞ്ചിലൊക്കെ ചുരണ്ടിയിട്ട് പേരെഴുതി വെച്ച പല മഹാന്മാക്കളും ഇവിടെ ഇരിക്കുന്നുണ്ടാവും അല്ലേ? അന്ന് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, പറയാത്ത പ്രണയങ്ങളൊക്കെ. ഓർക്കുന്നില്ലേ? 2 പേരുടെയും ആദ്യാക്ഷരങ്ങളൊക്കെ എഴുതി വെച്ച് ആരോടും പറയാതെ രാത്രി കിടന്നുറങ്ങുമ്പം ഒറ്റയ്ക്ക് ദിവാസ്വപ്നങ്ങളൊക്കെ കാണുന്ന പഴയ കാമുകന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ലേ? സ്വാതന്ത്ര്യദിനത്തിനൊക്കെ നമുക്ക് ഭയങ്കര ആവേശമുള്ളതായിരുന്നു അല്ലേ? എല്ലാവരോടും ഓരോ തേങ്ങ കൊണ്ടുവരാൻ പറയും. പൊളിച്ച തേങ്ങയായിട്ട് നമ്മൾ രാവിലെ ഷർട്ടിലൊരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു ബാഡ്ജൊക്കെ കുത്തിയിട്ട് ആവേശത്തോടെ പോയിട്ട് അസംബ്ലിയിൽ നിൽക്കില്ലായിരുന്നു. എന്നിട്ട് പായസമായോ പായസമായോ എന്ന് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഒരു തേങ്ങ കൊടുത്തിട്ട് ഒരു ചെമ്പ് പോലത്തെ പാത്രമായിട്ട് പോവാറില്ലേ വാങ്ങാൻ, പായസം വാങ്ങാൻ? അതൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ? ആ പായസത്തിനൊക്കെ അന്ന് എന്ത് രുചിയായിരുന്നു അല്ലേ? സ്കൂൾ വിട്ടു വരുമ്പോൾ വരുന്ന വഴിയിലുള്ള എല്ലാ മാവിനും കല്ലെറിയുന്ന സൂത്രശാലികളായിട്ടുള്ള ആളുകളില്ലായിരുന്നു? അവനെറിഞ്ഞ മാങ്ങ കിട്ടുമെന്ന് പറയുന്ന എല്ലാ മാവിനും കല്ലെറിഞ്ഞിട്ട് മാങ്ങയൊക്കെ ബാഗിലിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്ന ആളുകൾ. എന്നിട്ട് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് എല്ലാവരും കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് തിന്നുന്നത്. ആ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ? നമുക്കത് കാണാൻ കഴിയുന്നില്ലേ? ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് ആ ഓർമ്മകളിലേക്ക് നമുക്ക് പോവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ കാലഘട്ടത്തിൽ അന്ന് ഇന്റർനെറ്റും മൊബൈൽ ഫോണുകളൊന്നും ഇല്ലായിരുന്നു. അന്ന് നമുക്ക് ആകെയുള്ളത്, അതും അപൂർവമായിട്ടുള്ള വീടുകളിൽ TV ഉണ്ടായിരുന്നു അല്ലേ? ആ TV ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ശ്രീകൃഷ്ണൻ കാണാൻ പോകാറില്ലായിരുന്നു നമ്മൾ? 4-5 വീട് അപ്പുറത്തൊക്കെ ഉള്ള വീട്ടിൽ കറക്റ്റ് ടൈമിന് ഓടിയെത്തിയിട്ട് അവിടുത്തെ കോലായിൽ സ്ഥാനം പിടിച്ചിട്ട് അവരെ സമ്മതമൊന്നും ചോദിക്കാതെ ഓടിക്കയറിയിട്ട് അവിടെ ഇരിപ്പുറപ്പിച്ചിട്ട് ആ ശ്രീകൃഷ്ണൻ കാണാറുണ്ട്. ശ്രീകൃഷ്ണൻ കഴിഞ്ഞാൽ 12 മണിക്ക് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ശക്തിമാൻ കാണാൻ പോകാറുണ്ടായിരുന്നു. അത് രണ്ടും നമ്മളെ ഫേവറേറ്റ് ആയിരുന്നു അല്ലേ? അതേപോലെ തന്നെ ജയ് ഹനുമാൻ, ഇതൊക്കെ അന്നത്തെ നമ്മളെ മാസ്റ്റർ പീസ് ആയിരുന്നു.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ കാണാറില്ലായിരുന്നോ ഉച്ചക്ക്? കണ്ണ് പിടിക്കുന്നില്ലെങ്കിലും നമ്മൾ അത്രയും സൂക്ഷിച്ചു നോക്കിയിട്ട് അടൂർ ബാസിനെയും നസീറിനൊക്കെ കണ്ടിട്ടില്ല. ക്ഷമയോടുകൂടെ കാത്തിരുന്നിട്ട്. ദൂരദർശനിൽ 4 മണിക്ക് ഒരു സിനിമ വെക്കാറുണ്ടായിരുന്നു അല്ലേ? അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടാവും ആ വീട്ടിൽ. ഏത് സിനിമയായാലും നമ്മൾ ഇഷ്ടത്തോടെ കാണുമായിരുന്നു അല്ലേ? പത്രത്തിൽ ആദ്യം നോക്കും ഏതാണ് സിനിമ എന്നുള്ളത്. എന്നിട്ട് അതിലുള്ള പരസ്യം മുഴുവനും നമ്മൾ കണ്ടു തീർക്കുകയായിരുന്നു ആവേശത്തോടു കൂടിയിട്ട്. അന്നത്തെ കാലത്ത് കാസറ്റ് പ്ലെയർ ഉണ്ടായിരുന്നു. കാസറ്റ് ഇട്ടിട്ട് പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ VCR എന്ന് പറയുന്ന കാസറ്റ് ഇട്ട് സിനിമ കാണുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നു അന്നത്തെ നമ്മളെ വിനോദങ്ങൾ അല്ലേ? കൂടുതൽ പേരും ബാലരമയും അമർചിത്ര കഥകളൊക്കെ വായിച്ച് പഠിച്ചവരായിരിക്കും. അവിടെ മായാവിയും അതേപോലെ തന്നെ ജമ്പനും തുമ്പനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ ഓർമ്മകള് അതൊക്കെ പോകുന്നില്ല മനസ്സിലൂടെ. വീടുകളിലൊക്കെ കൂട്ടുകുടുംബങ്ങളായിട്ടല്ലായിരുന്നു അന്ന് നമ്മൾ ജീവിച്ചിരുന്നത്. കുറേ കുട്ടികൾ ഉണ്ടാവുമായിരുന്നു അല്ലേ വീട്ടില്? കുടുംബങ്ങള് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ നമ്മൾ ഓരോ കളികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. രാത്രി കാലങ്ങളില് ഒരു പവർ കട്ട് ഉണ്ടാവാറില്ലേ? ആ സമയത്ത് ആ മണ്ണെണ്ണ വിളക്കിന്റെ ആ പുകയൊക്കെ ശ്വസിച്ചുകൊണ്ട് നമ്മൾ കളികൾ ഇടായിരുന്നു അല്ലേ? കള്ളനും പോലീസും കളിക്കാറില്ലേ? എഴുതിയിട്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ട്. അത് കളിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നില്ല അന്ന്. എന്നിട്ട് ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആരാണ് കള്ളൻ എന്ന് കണ്ടുപിടിക്കുന്ന അന്നത്തെ മെന്റലിസ്റ്റുകളൊക്കെ ഓർമ്മ ഉണ്ടോ? അന്ന് മൈൻഡ് റീഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ അനുഭവങ്ങളിലൂടെ നമ്മൾ ജീവിച്ച ഓർമ്മകളിലേക്ക് വീണ്ടും തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നില്ലേ? പഴയ കാലത്തിൻ്റെ ആ ഓർമ്മകൾ നമ്മളെ തൊട്ടു തലോടി പോകുമ്പോഴും അതിൻ്റെ മധുരം ഇന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് സത്യം അല്ലേ? ആ ഓർമ്മകൾക്ക് മുമ്പിൽ മനസ്സ് തുറന്ന് നമുക്കൊന്ന് ചിരിക്കാം. പതുക്കെ തിരിച്ചു വരാം. ആ ഓർമ്മകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പതിയെ കണ്ണു തുറക്കാം. റിലാക്സ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത്. വണ്ടർഫുൾ. മാം തിരിച്ചു വരാൻ തോന്നുന്നു. ആ തിരിച്ചു കൊണ്ടുവന്നു, ബ്രേക്ക് ചെയ്തു. സാറ് കറക്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ല, ഒന്നും വിടാണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ വേണം കേട്ടോ. അവിടെ എത്തിച്ചിട്ടേ ഉള്ളൂ, സ്കൂള് നിക്കുന്നേ ഉള്ളൂ. അതെല്ലേ, സ്കൂളിലാണല്ലോ. അടിപൊളി. തട്ടി ഉണർത്തി പോവാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാം. കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, പറയുന്ന ഗ്യാപ്പ്, ഇത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഒട്ടും സ്പീഡും ഇല്ല, കുറവും ഇല്ല. ശരിക്കും കറക്റ്റ് ഒരു ആ വേവ് ലെങ്ത്തും ഗ്യാപ്പും ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ.
ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് ഓർമ്മകളായിരുന്നു. മോഡുലേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടാ. നല്ല അതെ ഫീല് അതെ കിട്ടി. ശരിക്കും ആ പറയുന്ന എല്ലാം കറക്റ്റ്. ഞാന് ചെറുപ്പത്തിൽ ഒരു 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ വയനാട്ടിലായിരുന്നു ഞങ്ങളുടെ നാട്ടില്. അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം അറിയാം. പക്ഷെ കോഴിക്കോടായിരുന്നപ്പോ ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ ക്വാർട്ടേഴ്സിലായിരുന്നു ആ സമയത്തൊക്കെ. അവിടെയാണെങ്കിൽ ഇതൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു 1 മുതൽ 7 വരെയുള്ള സമയത്ത് വയനാട്ടിലായതുകൊണ്ട് ഈ പറഞ്ഞൊക്കെ കണക്ട് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ടൗണിലെ ജീവിതമായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങനെ ഓർക്കും എന്റെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും അറിയില്ലല്ലോ. ഈ പറയുന്ന ഒന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അതെ തീർച്ചയായിട്ടും അതെ അതെ. അതൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, ഇതില് താങ്ക് യു. താങ്ക് യു. ഞാനേ കുറച്ച് കഴിഞ്ഞിട്ടായി അറിയത്. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പക്ഷെ പിന്നെ പറഞ്ഞതെല്ലാം ഫുള്ള് റിലേറ്റബിൾ ആയിരുന്നു. ശരിക്കും ചെറുപ്പകാലത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി. ആ ആ ഓരോ എക്സ്പീരിയൻസസും കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതും വീട്ടുകാരൊരുമിച്ചിരുന്ന ഓരോ കളികളും ശരിക്കും അങ്ങോട്ട് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ജിഷ പറഞ്ഞ പോലെ, ജിഷ എന്തോന്ന് പറഞ്ഞ അതോ ആരോ പറഞ്ഞ പോലെ തിരിച്ചു പോരാൻ തോന്നുന്നില്ല. ഓരോ കാര്യങ്ങളിലും നമ്മളതങ്ങ് എൻജോയ് ചെയ്ത് അങ്ങ് ഇരിക്കുകയായിരുന്നു. പിന്നെ ആകാശവാണിയുടെ കാര്യം പറഞ്ഞില്ല, അപ്പൊ രാവിലെ ഒരു പ്രത്യേക മ്യൂസിക് ഉണ്ടായിരുന്നല്ലോ ഓണായി വരുന്ന ഉടനെ. അതൊക്കെ ഇങ്ങനെ ചെവിയില് മുഴങ്ങുകയായിരുന്നു. പിന്നെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഓരോ കാര്യങ്ങൾ, അവരുടെ പ്രത്യേകതകള്, കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ചോറ് ഷെയർ ചെയ്ത് കഴിക്കുന്നത്, പിന്നെ സ്കൂളില് 2 മൈൽ നടന്നായിരുന്നു അന്നൊക്കെ സ്കൂളിൽ പോവുകയും വരികയും ചെയ്തത്. അപ്പൊ ഒരുമിച്ച് കൂട്ടുകാരുടെ കൂടെ തിരിച്ചു വരുന്നത്, കടയിൽ കയറി മുട്ടായി മേടിക്കുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശരിക്കും അങ്ങ് ചെറുപ്പത്തിലേക്ക് അങ്ങ് തിരിച്ചു കൊണ്ടുപോയി. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ സ്പെഷ്യൽ നൊസ്റ്റാൾജിക് ഫീലിംഗ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. ഹായ് ഐസാം. ഐസാം സാർ. പഴയ ഓർമ്മയിൽ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കാണ്. ഇപ്പൊ കിച്ചണിലേക്ക് പോണെങ്കിൽ പുതിയ ഇതിലേക്ക് എത്തിക്കണം. ആരെ കാണുന്നില്ല. സജീവ. ഓഫാണ്. സജിനാരി അറിഞ്ഞാലാണ്. ഓക്കെ. എത്തിയോ? പഴയ കാലത്തിലേക്ക് എത്താൻ പറ്റിയോ? എത്തി. അവിടെ തന്നെ നിന്നിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചു വരണോന്നില്ല ഇതിൽ നിൽക്കാണ്. തിരിച്ചു കൊണ്ടുവന്നില്ല ഹൈസം, അവിടെ ആക്കിയിട്ട് പോന്നു. അതെ, കുറച്ചവിടെ നിൽക്കാം. നമ്മള് ആ ഒരു ഓർമ്മകളിലാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത്. അതെ അതെ. അതിൽ ഉപ്പും മാങ്ങയും മുളകെല്ലാം കൂട്ടി ഉപ്പും മുളകും കൂട്ടി മാങ്ങ തിന്ന് വായിൽ വെള്ളം വന്നു. അതെ, ബാക്കി ഞാൻ പറയാതിരുന്നതാ. നിങ്ങൾ ഈ രാവിലെ തന്നെ വിചാരിച്ചു. പണ്ടച്ഛന്മാരങ്ങനെ സ്കൂളിലാക്കി തരുള്ളൂ, ബാക്കി ഇങ്ങോട്ട് തിരിച്ചൊറ്റക്ക് പോന്നോളണം. അതെ അതെ. എന്തായാലും മെന്റലിസം സൂപ്പർ ആയിരുന്നു കേട്ടോ. ശരിക്കും ഇപ്പഴാ കളി ഓർത്തത്. സത്യാണ് കേട്ടോ. അത് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ മുഖഭാവം വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക കള്ളനാണെന്നുള്ളത്. ആ കളിയൊക്കെ മറന്നുപോയായിരുന്നു. നമ്മുടെ പിള്ളേർക്ക് അതൊട്ട് അറിയത്തുമില്ല. ഫേസ് നോക്കുമ്പോ അറിയാൻ പറ്റും മുഖത്തൊരു ഈ കള്ളൻ കിട്ടിയ ആളുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ട്. അയാളിങ്ങനെ മനഃപൂർവ്വം കണ്ണൊക്കെ, അന്നൊക്കെ അൻസാർ സാറ് മെന്റലിസം ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു പെട്ടെന്ന്. അന്ന് ഇത്രയും കള്ളത്തരം ഇല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് മുഖത്ത് വരും. അറിയാല്ലേ നമ്മൾ ശരിക്കും ഇവരെ പറയണമെന്ന് വിചാരിക്കാം. എനിക്കൊന്നും പറ്റാറില്ല കേട്ടാ. കറക്റ്റ് പറയാനായിട്ട് ചിലവര് ലക്ഷണം നോക്കിയിട്ട് പറയും കള്ളനാരണം. ഇന്ന് അത് കളിക്കാൻ വീട്ടില് കുട്ടികളില്ല. അന്നൊക്കെ പറഞ്ഞ പോലെ കുറെ പേരുള്ളത് കൊണ്ട് രസമായിരുന്നു. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഓടി വരുമല്ലോ. നമ്മളെ നാട്ടിലെ വീടിനടുത്ത് ഒരു വീട്ടിലെ TV ഉള്ളു. അപ്പം എല്ലാരും വൈകുന്നേരം മദ്രസ ഉണ്ടല്ലോ ഞായറാഴ്ച. മദ്രസ കഴിയുമ്പോ ഒരു 10 മണിയൊക്കെ ആവും. പിന്നെ ഓട്ടോ ആണ്. എന്തായിരുന്നു ശ്രീകൃഷ്ണൻ എന്നല്ല അതിന്റെ പേര്, വേറെയാണ് പേര്. ശക്തിമാനുണ്ട്. അല്ലല്ല, ശക്തിമാനല്ല. അതിന് മുമ്പ് ശ്രീകൃഷ്ണൻ എന്നല്ല. ആ സീരിയലിന്റെ പേര് ശ്രീകൃഷ്ണൻ അല്ല, വേറെന്തോ ആണ്. മാനസിയാണോ?
അല്ല, ഈ മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഒരു സീരിയൽ ഉണ്ട് 10 ആ മണിക്ക്, മറന്നു പോയി. മഹാഭാരതവും രാമായണവും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. ശ്രീകൃഷ്ണനും അലിഫ് ലൈല, ശരിയാ, കൊറേ ഉണ്ട്. അത് ഹിന്ദി, മലയാളം പോലും ഒന്നുമില്ല തുടക്കത്തിലല്ലേ. പിന്നെ വെനസ്ഡേയ്സിൽ ചിത്രഹാർ. ആ ഉം. ഹിന്ദി വെള്ളിയാഴ്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ്, രാത്രി ഹിന്ദി അതെ. സിനിമ ഉണ്ടാവാറുണ്ട്. അല്ലേ? ഹിന്ദി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ തന്നെ എന്തൊരു ആ. ആർത്തിയായിരുന്നു. ലിപ്ന മാം ഒരുപാട് പഴയ സ്ഥലത്തേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പൊ ഞങ്ങളെക്കാൾ ഒരുപാട് മുൻപിലാണോ? അല്ലല്ല, അതെ, ഞങ്ങളൊക്കെ അവിടെ തന്നെ കഥ നിൽക്കുന്ന. പറയേണ്ടി വരും. അൻസാർ സാറാണ് പിന്നെ കുറച്ച് മുമ്പിലും തോന്നുന്നു. പിന്നെ വേറൊരു സംഭവം, ഈ 2 മണിക്ക് പൊട്ടന്മാരൊരു ഈ- ന്യൂസ് ഉണ്ടാവാറുണ്ടല്ലോ, ഇപ്പോഴല്ല എല്ലാ ചാനലും വരുന്നത്. അതൊക്കെ ആ, പെട്ടെന്ന് നോക്കണം. പിന്നെ ഓർമ്മയുള്ളതാണ് തിരനോട്ടം. യെസ്, ആ സൺഡേയിലെ സിനിമ ഏതാന്ന് അറിയണമെങ്കിൽ ഈ തിരനോട്ടം കുത്തിയിരുന്ന് കാണണം. അതെ 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 അതെ. പിന്നെ പേപ്പറൊന്നും അറിയണ്ടേ അങ്ങനെ നമുക്ക് ഈ ഞായറാഴ്ച 4 മണിക്ക് സിനിമ തുടങ്ങിയാൽ ഒരു 6:30 ആവും തീരുന്ന സമയമാകുമ്പോൾ. അപ്പൊ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് വരും. നിസ്കരിക്കാനുള്ള സമയമായല്ലോ മഗ്‌രിബിന്റെ. അപ്പൊ മിക്കവാറും സിനിമകളുടെ ഒന്നും ക്ലൈമാക്സ് കാണാൻ പറ്റില്ല. ഭയങ്കര എന്നിട്ട് അടുത്ത ദിവസം സ്കൂളിൽ പോയിട്ട് ചോദിക്കണം എന്തായിരുന്നു ക്ലൈമാക്സ് എന്ന്. ശരിയാണ്. അത് എന്റെ ഒക്കെ കാലത്ത് ഈ ടിവിയുടെ ഒരു സംഭവം അല്ലായിരുന്നു, റേഡിയോയിലായിരുന്നു മുഴുവൻ. ശബ്ദരേഖ കേട്ടിട്ടുണ്ടോ? നാടകം. ശബ്ദരേഖ, ചലച്ചിത്രഗാനങ്ങള്, ശബ്ദരേഖ, ഇതൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ ഉം. ഓടി വന്ന് റേഡിയോയുടെ മുന്നിലിരിക്കും. അല്ലെങ്കിൽ എന്റെ കയ്യില് മറ്റേ കമ്മീഷണർ സിനിമയുടെ കാസറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, എപ്പോഴും കേൾക്കും. ദി കിങ്. ശബ്ദരേഖ അല്ലേ? ആണോ? ശബ്ദരേഖ, അതെ ആ ആ അതെന്ത് ശബ്ദത്തിലൂടെ രസമല്ലേ. നമ്മൾ ചിത്രം കാണാറുണ്ടായിരുന്നു അതെ അല്ലേ? അതെ. അതുപോലെ നാടകങ്ങളുണ്ടായിരുന്നു റേഡിയോയില്. ആകാശം ഭാവനകൾ. അതെ റേഡിയോ നാടകങ്ങളും ഉണ്ട്. ഞാൻ റേഡിയോയിലേക്ക് കത്തൊക്കെ എഴുതായിരുന്നു പണ്ട്. ഒരു അതും കേട്ടോണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു അല്ലെ? കിടക്കുന്ന അല്ലേ? അവര് രാവിലെ നമ്മളെ ആർക്കേലും പേര് വായിക്കും. ആർക്കേഡ് ഒരു പ്രോഗ്രാം ഉണ്ടാവാറില്ലായിരുന്നോ? നല്ല ആർക്കേരാ? ഒരു അത് മഞ്ചേരി ആകാശവാണിയിൽ FM-ലാണോ? മഞ്ചേരി FM-ലാണെന്ന് തോന്നുന്നു. അതെനിക്ക് അറിഞ്ഞൂടാ. ആകാശവാണിയിൽ സംസാരിക്കുന്ന വളരെ പൊളൈറ്റ് ആയിട്ട്. കൗതുക വാർത്തയാണോ? ഒരു രാമചന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ ന്യൂസ് വായിക്കുന്നത്, രാമചന്ദ്രൻ. അതെ അതെ. അയ്യോ രസമായിരുന്നു കേട്ടോ. അടിപൊളി. താങ്ക് യു. രാത്രി ഹിന്ദി ഫിലിം ഉണ്ടാവാറുണ്ട് 9:30 ആവുമ്പോ. എന്നിട്ട് ചീത്തയൊക്കെ ഇരുന്ന് കാണും രാത്രി 12 മണിയാവും അത് കഴിയുമ്പോ. എന്നാൽ ആ ഒരു ദിവസം ഉമ്മയുടെയും ചീത്തൊക്കെ കൊണ്ടിട്ട് ഇരുന്ന് കാണും. അതുപോലെ നമുക്ക് കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ. മൈനേനെ കണ്ടാല് 2 മൈനനെ കാണാം. അപ്പൊ സ്കൂളിലൊക്കെ പോകണമെങ്കില് നമ്മ ഒരെണ്ണത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തപ്പി അതിന്റെ പിന്നാലൊക്കെ പോകും, വേറെ മറ്റേനെ കാണാം. അല്ലെങ്കിൽ ഭയങ്കര വയലും വീടും. ആര്യ പറയുന്നു വയലും വീടും. ശരിയാ. അതുപോലെ തന്നെ എന്താണ് ഒരു ഇതുണ്ടായിരുന്നു, ടീച്ചറിന്റെ ചീത്തിട്ടാണ്ടിരിക്കാൻ ഒരിലച്ചെടി അതെടുത്ത് കൈ വെക്കും, തലയില എവിടെയെങ്കിലും വെച്ചാല് അന്ന് ചോദ്യം ചോദിക്കും. ഒരു ഇലച്ചെടി, പേരൊന്നുമില്ല, ഉണ്ടാക്കിയ കഥയാണത്. അപ്പൊ അതിന്നൊരു കഷ്ണം എടുത്ത് കൈ പിടിച്ചിട്ടേ പോകുമ്പോ നമ്മൾ പഠിക്കാണ്ട് പോണ ദിവസാണെങ്കില് അത് വെച്ചാ മതി, ടീച്ചറൊന്നുമില്ല, ടീച്ചർ വരില്ല, അല്ലെങ്കില് ചീത്തട്ടൂല എന്നൊക്കെയുള്ള ഒരു വിശ്വാസം. പിന്നെ മാം എനിക്ക് ഫീൽ ആയത് നമ്മൾ അന്നത്തെ സീരിയൽസും ഒരു ഫാമിലി ബോണ്ടിങ് ഉള്ള ഒരു സീരിയൽസ് ആയിരുന്നു. അതേ രീതിയിൽ നമ്മൾ ഒരു ലൈഫിൽ അച്ചീവ് ചെയ്യണം, ഉഡാൻ എന്ന് പറഞ്ഞിട്ട് ലേഡീസ് ഒക്കെ IAS ഓഫീസേഴ്സ് ആവാൻ, അങ്ങനത്തെ സീരിയൽസ് ആയിരുന്നു. ആരും ഇങ്ങനെ ഇന്നത്തെ സീരിയൽസ് മാതിരി ഫാമിലീസിൽ സ്പ്ലിറ്റ് ചെയ്യാനും അടികൂടാനും ആ രീതിയിലുള്ള സീരിയൽസ് ആയിരുന്നില്ല. ഞാനിപ്പോ സാർ പറയുമ്പോ അതൊക്കെ ഇങ്ങനെ ഓർത്തു, നമ്മളും സീരിയൽസ് ഒക്കെ കണ്ടതാണ്. പക്ഷെ ഇന്നത്തെ സീരിയൽസ് കാണുമ്പോൾ ഒരു അഡിക്ട്സ് ആയി മാറാണ്, പിന്നെ ഫാമിലീസിലെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന മാതിരി ഉള്ളതാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല സീരിയൽ. അതേ രീതിയിൽ സൺഡേ UFO, അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. പിന്നെ എന്റെ ഫാമിലിയിലൊക്കെ ഞങ്ങൾ അമ്മേനെ ഇരുത്തും. സൺഡേ ക്രിക്കറ്റ് മാച്ച് ആണെങ്കിൽ ഞാനും കൂടി എന്റെ ബ്രദേഴ്സ് സിസ്റ്റർ എല്ലാരും കൂടി അമ്മേനെ സഹായിച്ച് ഡിന്നർ വരെ റെഡിയാക്കിയിട്ട് അന്നൊക്കെ ഈ മാതിരി ഇന്നത്തെ മോഡേൺ സിസ്റ്റംలో ജനവാദൽ ഫുള്ള് ബെഡ്ഷീറ്റ് ഇട്ട് മറയ്ക്കും ക്ലീൻ ആയിട്ട് ക്രിക്കറ്റ് ഒക്കെ കാണാനായിട്ട്.
പിന്നെ ഇനീഷ്യൽ സ്റ്റേജസ് ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നീടല്ലേ ഇത് കളർ TV ഒക്കെ വന്നത്. പിന്നെ അന്നത്തെ ബ്രാൻഡ് പറയുന്നത് വെസ്റ്റേൺ ബ്രാൻഡാ സർ. വെരി റിയലി നോസ്റ്റാൾജിക് ഫ്രണ്ട്ഷിപ്സ് ആയാലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങള് ഇപ്പൊ ഈക്വാലിറ്റി അത് ഇതിനൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ്സിലൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് ബോയ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ കുട്ടികളുടെ മുഖത്തിൽ ഈ ബോയ് ഫ്രണ്ട് കേൾക്കുമ്പോ തന്നെ എന്തോ സംതിങ് സ്ട്രേഞ്ച് എന്നുള്ള ഒരു ഫീലിംഗിലാണ്. ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ലാതെ ഒരു റിയലി സർ ഇപ്പോ ടേക്കിംഗ് ബാക്ക് ടു ദാറ്റ്, പിന്നെ ഡിഫൻസ് സ്കൂൾ ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഹോർസ് റൈഡിങ്, സ്വിമ്മിങ് പഠിച്ചു. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നുള്ളത് ഓർമ്മ വന്നു സർ. സോ മെനി തിങ്സ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ്സ് ആൻ അൺഎൻഡിങ്. വി വുഡ് ലൈക്ക് ടു ഗോ ബാക്ക് എന്ന ഫീലിംഗ് ഉണ്ട്. വേറെ എൻഡ് ചെയ്തോ ഇല്ല, അതിന്റെ ഇടയിൽ എല്ലാരും കേറി സെഷൻ ഉണ്ടായോ ഇല്ലേന്ന് എനിക്ക് കുഡ് നോട്ട് കളക്ട് ഇറ്റ്. അന്നത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുമ്പോഴാണ്. സജീന പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഞങ്ങള് സ്കൂൾ കാലം മുതൽ ഫ്രണ്ട്സ് ആണ്. അന്ന് ഒരുമിച്ച് പഠിച്ചതാണ്. അന്ന് ഇതുപോലെയൊക്കെ എല്ലാം ഷെയർ ചെയ്തിട്ട് വളർന്നതാണ്. പച്ചക്കടൽ അൽഹംദുലില്ലാ. ഞങ്ങളന്ന് പച്ചക്കടലായിരുന്നു ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യായിരുന്നു. ഇവന് ഉച്ചക്ക് ഫുഡിന് വീട്ടിൽ പോകും. ഇവൻ വരുവോളം ഞാൻ വെയിറ്റ് ചെയ്യും പച്ചക്കടല ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പച്ചക്കടല ഷെയർ ചെയ്തിട്ടുണ്ടായ ബന്ധാണ് ഞങ്ങൾ തമ്മിൽ. ആളാണോ? നീ പച്ചക്കടല കൊടുത്താണോ ഇത്ര തടി കൂടിയെന്ന് തോന്നുന്നു. കർണാടകയിലൊക്കെ സ്കൂൾസിൽ ഈ ഇത് റോ ടാമറിൻഡ് ഇല്ലേ, റോ ടാമറിൻഡ്, അതൊക്കെ ഞങ്ങൾ വാങ്ങും. അതാണ് പുളിയച്ചാർ എന്ന് പറഞ്ഞത്. ഓക്കെ റോ ടാമറിൻഡ്, കടലമുട്ടായി ഊട്ടി വെക്കും. ഒരു ഹൈജീനും ഇല്ല സർ അന്നൊക്കെ. ഹൈജീൻ പറഞ്ഞ സംഭവം ഇല്ല. കൈ കഴുകില്ല, ബാത്റൂം പോയിട്ട് വന്നിട്ട് അങ്ങോട്ട്. ഇപ്പൊ ഹൈജീൻ പറഞ്ഞിട്ട് ഒരു മെന്റൽ ടോർച്ചർ ആയിരിക്കും സർ. ഈ പുളിമരത്തേൽ എറിഞ്ഞു വീഴ്ത്തി പുളി കഴിക്കുമായിരുന്നു. പിന്നെ ചാമ്പയ്ക്ക ഓർക്കുന്നുണ്ട്? ചാമ്പയ്ക്ക വീടുകളിലൊക്കെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. അപ്പൊ വരുന്ന വഴിക്കൊക്കെ ചാമ്പയ്ക്ക ഇല്ല. അവിടെ മാംഗോസ് വയനാട്ടിലാവുമ്പോ, വയനാട്ടില് 7ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സില് അല്ല സ്കൂളില് വലിയ ഇല്ലിക്കുണ്ടാന്ന് പറയില്ലേ, വലിയ വലിയ ഇല്ലിക്കൂട്ടങ്ങള് അതുണ്ടാവും. അപ്പൊ അതിനകത്തോട് ഇങ്ങനെ വലിയ തുരന്ന് വീടുണ്ടാക്കും ഓരോ ക്ലാസ്സുകാരും ഓരോ ഗ്രൂപ്പായിട്ട്. എന്നിട്ട് ഇന്റർവെല്ലിന് ഓടിപ്പോയി അടുത്ത കുട്ടികളുടെ ഇതിൽ കയ്യേറിയിട്ട് ഭയങ്കര അടി നടക്കും അവിടെ. ഇതുപോലെ അച്ഛനും അമ്മയും കുട്ടികളും വീട്ടിൽ നിന്ന് ഓരോ സാധനം എല്ലാം കൊണ്ടുവന്ന് ഓരോരുത്തർ ഭയങ്കര സെറ്റപ്പ് ആക്കി സംഭവം അത്. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. ഭയങ്കര അടി നടക്കുന്നത് അതിന് വേണ്ടിയിട്ടും, അത് കയ്യേറും മറ്റുള്ളവര്. അങ്ങനെയൊക്കെ ഓരോ നാട്ടിലും കളികൾക്ക് പല പേരുകളാണല്ലോ അല്ലെ? നമ്മള് കുട്ടികൾ പല കളികളും. 70s പിന്നെ കൊത്തങ്കല്ല് എന്ന് പറയുന്നൊരു കളിയുണ്ട്. അത് ഗേൾസ് ആണ് കൂടുതൽ കളിച്ചിരുന്നെന്ന് തോന്നുന്നു. കളിക്കാറുണ്ടായിരുന്നു. ഞാനും പക്ഷെ കളിക്കാറുണ്ടായിരുന്നു. കൈയിന്റെ പുറംഭാഗത്തൊക്കെ അത് തന്നെ 5 കല്ലിങ്ങനെ ഇട്ടിട്ട് കൈന്റെ പുറംഭാഗം കൊണ്ട് കല്ലുകൊത്തെന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. കല്ലുകൊത്ത്. എന്നിട്ട് അങ്ങനെ കളിക്കുമായിരുന്നു. അല്ലേ കളിച്ചിരുന്നത്. പക്ഷെ ഭയങ്കര ട്രെൻഡാണ് ഇപ്പൊ സ്കൂളുകളിലൊക്കെ. ബോയ്സ് ആണ് അത് കളിക്കുന്നത്. ഞാനിങ്ങനെ നോക്കി. ഞാൻ കളിക്കാറില്ലായിരുന്നു. അതിന്റെ അകത്തൊക്കെ ഈ കയ്യില് ബോയ്സ് ഗേൾസ് ഡിസ്റ്റിങ്ഷൻ ഇല്ല. എല്ലാരും ഒന്നിച്ചത്. ഇവിടെ ഇങ്ങനെ കല്ല് റൗണ്ട് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു ബോൾ വെച്ച് അടിച്ച് അതാണ് 70s എന്ന് പറഞ്ഞത്. അതിന്റെ പേരാണ് 70s. ഓക്കെ, ലഗോരീന പറയാ അതിന് അവിടെ. അത് അടുക്കി വെക്കുക അല്ലെ? എന്നിട്ട് ബോൾ വെച്ച് എറിയാം. അതേപോലെ ആക്കുന്നത് വരെ എറിയാം. മറ്റേ ടീം വന്നിട്ട് അതിങ്ങനെ എടുത്തു വെക്കും. ഈ ഒരു കുഴി തോണ്ടും, അതിലൊരു ചെറിയ വടി വെക്കും. വലിയ വടി കൊണ്ട് ഇങ്ങനെ തോണ്ടിട്ട് അടിക്കണം. എല്ലാരും
നോ ശരിയല്ല. ഡിസ്റ്റിങ്ഷൻ. ഞാൻ ബോയ്സിന്റെ ഒപ്പൊക്കെ ബോയ്സ് തന്നെ കൂടുതൽ, ഗേൾസ് ഈക്വല് ആന്റിമാരുണ്ടാവും. എന്റെ ഫ്രണ്ട്സിന്റെ അമ്മമാരൊക്കെ, പ്രത്യേകിച്ച് കേരളയിൽ നിന്ന് വന്ന ആന്റിമാരൊക്കെ വളരെ ആക്റ്റീവായ ആന്റിമാരായിരുന്നു. വെരി ഹെൽത്തി സർ. ശരിക്കും മിസ്സിംഗ് ദോസ് ഡേയ്സ്. സർ അങ്ങോട്ട് കൊണ്ടുപോയി ഇനി തിരിച്ചു വരാൻ താല്പര്യമില്ല. വേറെ ഒരു സാധനം ആർക്കെങ്കിലും ഉണ്ടായിരുന്നു, മഞ്ചാടിക്കുരു. ചെറിയ ആ മഞ്ചാടിക്കുരു വെച്ചിട്ട് അതിങ്ങനെ എറിഞ്ഞിട്ട് ഒരു കളി ഉണ്ടായിരുന്നു. ആ കളി മറന്നുപോയി. മഞ്ചാടിക്കുരു മഞ്ചാടിക്കുരു കളിക്കുമായിരുന്നു. ഇങ്ങനെ എടുത്തിട്ട് എറിയും, എന്നിട്ട് അതിങ്ങനെ രണ്ടെണ്ണം അകന്നിരിക്കുന്നതിന്റെ നടുക്കൂടെ ഒരു വര വരച്ചിട്ട് അതിങ്ങനെ തട്ടും. ആ അങ്ങനെ ആ ബാക്കിയുള്ളതേ തട്ടാതെ, അങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. ഈ കുഞ്ഞു കുഞ്ഞു മഞ്ചാടിക്കുരു കാണാൻ വളപ്പൊട്ട് തന്നെ കൊണ്ട് നല്ല കളിച്ചിരുന്നു. ഭംഗിയല്ലേ. ആ ഇതും മാർബിൾ ഉണ്ടായിരുന്നു, വളപ്പൊട്ട്. പിന്നെ വളപ്പൊട്ട് കണ്ട് കളിക്ക് പറഞ്ഞത്, വളപ്പൊട്ട് കണ്ട്. ആ വളപ്പൊട്ട്. പിന്നെ അതെ. വളയുടെ വേറൊരു കാര്യമുണ്ട്. ചേച്ചിമാരൊക്കെ വള മേടിക്കുമ്പോ അത് പൊട്ടുന്ന വളയല്ലേ, അപ്പൊ അത് പൊട്ടുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ ഇടുമ്പോഴേ പറയും അത് പൊട്ടുമ്പോ എനിക്ക് തരണേന്ന്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ചൂടാക്കിയിട്ട് അതിങ്ങനെ വളഞ്ഞു വരും, എന്നിട്ട് അതിങ്ങനെ മാല പോലെ ആക്കുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ആ ഓക്കെ, ഓർമ്മയുണ്ട്. മാർബിൾ സർ. മാർബിള്. പിന്നെ ഇൻഡോർ ഗെയിംസിലെ ലൂഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, ഉം, ഉം. പിന്നെ സ്നേക്ക് ആൻഡ് അതേപോലെ ലാഡർ ഒക്കെ കോമൺ. കാർഡ്, സാധനങ്ങൾ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ട് ചൂടോ ഉം. തണുപ്പോ ചൂടോ എന്ന് തണുപ്പോ. കളിക്കാറ്. യെസ്. ചീ കണ്ടുപിടിക്കല്ലേ. ആൾക്കാര്. അല്ല, പിന്നെ ഹൈസൻ സാർ, അടുത്തെത്തിയാല് ഹൈസൻ സാർ, ചൂടാന്ന് പറയുന്നത്. ആ ഹൈസൻ സാർ, ഇവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് കേട്ടോ. അവര് വെറുതെ അവിടെ കുറച്ചാള് നിന്നോട്ടെ നിൽക്കണ്ടേ. എന്ന്. പിന്നെ ഈ ഞങ്ങൾക്ക് കുഴിയാനനെ പുറത്തുനിന്ന് കണ്ടുപിടിക്കുന്ന കൊണ്ടുവരണം. കുഴിയാനനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കുഴിയാന അല്ലേ? ആ ഉണ്ട്. ആ കൂട്ടിൽ പോയി തോണ്ടി നോക്കും ആ ഈർക്കിൽ കൂടുതൽ വെച്ചിട്ട്. കിട്ടുന്നതോ അങ്ങനെ എന്തോ. യെസ്, പിന്നെ കുഴിയാനെ കളിച്ചിട്ടുണ്ട്. പിന്നെ ചീട്ട ഓർക്കുന്നുണ്ടോ? റമ്മിയൊക്കെ കളിക്കുമായിരുന്നല്ലോ എല്ലാവരും കൂടെ കൂടിയിരുന്നത്. അതൊക്കെ നമ്മളൊക്കെ അതെ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്, അത് കോളേജിലേക്ക് എത്തിയപ്പോഴാണ് അതൊക്കെ കളിക്കാൻ തുടങ്ങിയത്. തീപ്പെട്ടിപ്പടം എന്ന് പറയില്ലേ, ഒരേ ഇതിലുള്ള തീപ്പെട്ടിയുടെ ഹൈഡ് ആൻഡ് സീക്ക്. yes. ഹൈഡ് ആൻഡ് സീക്ക് ഒരു ഗെയിം സർ. ഓ പിന്നെ അതിന് അടി കിട്ടും, മുതുകത്ത് അടി കിട്ടും സർ. സ്കൂളില് ടീച്ചേഴ്സ് വരാത്ത വേറൊരു കളി ഉണ്ടായിരുന്നു, ആപ്പേസി രാജ എന്ന് പറയും. ഒരു ലെറ്റർ വെച്ചിട്ട് ആണിന്റെ പേര് പെണ്ണിന്റെ പേര് അങ്ങനൊക്കെ എഴുതുന്ന ഒരു കളി ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ഭയങ്കര ഇതായിരുന്നു അന്നത്തെ ആ കളി. ഇപ്പൊ അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് കുട്ടികൾക്ക് ഇപ്പൊ ഫോക്കസ് അറ്റൻഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് വേറൊരു രീതിയിൽ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഓർമ്മ വരും ഇങ്ങനെ. പിന്നെ ഒരു നമുക്ക് ഗെയിം അന്ന് ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ സ്കില്ലും ഈ തരത്തിൽ നമ്മൾ നേടിയെടുത്തല്ലേ. ഇപ്പൊ ശരിക്കും ആ പറഞ്ഞാൽ ഇപ്പൊ ഇതില് എല്ലാ പറഞ്ഞൊരു കാര്യങ്ങളും കളിയില്ല, നൂറാങ്കോല്. കുറെ ഈർക്കില്, ഒരു വലിയ ആ ഈർക്കലും ഒരു 10 ആ ചെറിയ ഈർക്കിലും ഇങ്ങനെ ഇട്ടിട്ട് അത് അതെ അതെ. ഇളകാക്കുന്ന പരിപാടിയില്ല. അത് റാണ്ടിയും മക്കളും. യെസ് യെസ്, കാര്യമാണ് അത് അതെ. ഓർക്കുന്നുണ്ട്. അതിങ്ങനെ പൊക്കിയെടുക്കല്ലേ ചെയ്യാ. ആ ആ അതെ ഇളകാൻ അതെ, പാടില്ല. പൊക്കിയെടുക്കുക. ഇളകാതെ ഇളക്കി എടുക്കണം. അതെ യെസ്. അതെ. പിന്നെ പിന്നെ ക്ലാസ് റൂമിലല്ലേ സർ നെയിം പ്ലേസ് അനിമൽ തിങ്. പിന്നെ ഈ യെസ് ക്രോസും യെസ് യെസ്, ഐ റിമെമ്പർ ദാറ്റ്. നെയിം പ്ലേസ് ആനിമൽ തിങ്. അതുകൊണ്ട് അതിലൊക്കെ സ്പെല്ലിങ്സ് അല്ലേ മാം. സ്പെല്ലിങ്സ് നമുക്ക് ഈ സ്ഥലങ്ങളുടെ പേരുകൾ ഓർമ്മ, ക്യാപിറ്റല്, അങ്ങനെയൊക്കെ നമുക്ക് ശരിക്കും വിത്തൗട്ട് ഈവൻ ടീച്ചേഴ്സ് ഹെൽപ്പ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഒരു ശരിക്കും ഇന്ന കുട്ടികളാണ് കളിക്കുന്നത്. പിന്നെ ഇത് ക്രോസും സീറോ ഇട്ടിട്ട് കള്ളി വരച്ചിട്ട് യെസ് യെസ്, അതും ഉണ്ടായിരുന്നു. അത് ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുമ്പോ ടീച്ചർമാര് ഈ വെയിലത്തൊക്കെ കളിക്കേണ്ട പറഞ്ഞിട്ട് ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറയുമ്പോ ഇങ്ങനത്തെ കളികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ ലെറ്റർ എല്ലാ കളിയിലും ഒരു കള്ളക്കളിക്കാരനുണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നു ഡെഫിനറ്റ്. പെട്ടെന്ന് ഓർമ്മ വന്ന സ്ഥിതിക്ക് ആരാന്ന് നമ്മൾ പറയണ്ടല്ലോ അല്ലെ. അതെ, അന്ന് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു അല്ലേ നമുക്ക്. അതെ, ഞാനും ഓർത്തു കള്ളക്കളിക്കാരൻ ആരായിരിക്കും. കള്ളക്കളിക്കാരനത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഈ ചിരട്ട കൊണ്ട് മോതിരമൊക്കെ ഉണ്ടാക്കിയിട്ട ആളുകളുണ്ടോ ഈ കൂട്ടത്തിൽ? ചിരട്ട ചിരട്ട. വെച്ചിട്ട് പിന്നെ ഗ്ലാസിന്റെ പീസ് കൊണ്ട് തുളയിട്ടിട്ടൊക്കെ. പിന്നെ ഈ പമ്പരം ഉണ്ടായിരുന്നു. കുപ്പിച്ചില് വെച്ചിട്ട് റൗണ്ട് അടിച്ചിട്ടുണ്ട്. കൊമ്പൊക്കെ വെച്ചുണ്ടാക്കിയ പമ്പരം ഉണ്ടായിരുന്നു. പമ്പരം. മെച്ചിങ് കൊണ്ട് വണ്ടി ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ? സാധനങ്ങളൊക്കെ വാങ്ങി? അല്ല, തൊണ്ടിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു തേങ്ങ ഉണ്ടാകുന്നതിന് മുമ്പുള്ള തൊണ്ടില്ലേ, അതാണ് മച്ചിങ്ങ അല്ലേ? ഞങ്ങൾ അച്ചിങ്ങ എന്നാണ് പറയുന്നത്. അതെ അതെ അതെ.
ടയറൊക്കെ അല്ലേ, സൈക്കിൾ ടയറൊക്കെ ആ അതൊക്കെ yes. വെറുതെ അത് തട്ടിയിട്ട് ഓടിക്കും. അതും അത് ഓടിക്കും. തട്ടി അരി പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്, അരി പഠിപ്പിക്കാനൊക്കെ ടയറും തട്ടിയിട്ട്. പിന്നെ പിന്നെ അതേപോലെ പാളയും തന്നെ പറിച്ചിട്ട് സൈക്കിളിന്റെ ചെറിയ പാള വീലില്ലേ, ഫ്രീ വീൽ, ആ അത് അന്നത്തെ എനിക്ക് വെച്ചിട്ട് തോന്നുന്നൊരു പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ അരി പൊടിക്കല്. ഉം റേഷൻ മില്ലില് കടയിൽ പോവാന്ന് പോകും. പറയുന്നത്. ഞങ്ങൾക്ക് റേഷൻ കട മില്ലില് പോവല്. വയനാട്ടില് നെല്ല് കുത്തിക്കൊണ്ട് വരലുണ്ടായിരുന്നു. നെല്ല് കൊണ്ടുപോയിട്ട് അത് ഇതാക്കിക്കൊണ്ട് വരുമായിരുന്നു. വയലൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ പാള വലിയ ഇറക്കത്തിന്ന് ഇങ്ങനെ പാളയിൽ ഇരുത്തിയിട്ട് വലിച്ചുകൊണ്ട് താഴോട്ട് ഓടി വരും. ഉം. ഞങ്ങൾക്ക് കശുവണ്ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് പെറുക്കിയിട്ട് കൊണ്ടുപോകണം. നമുക്കൊരു 10% കമ്മീഷൻ കിട്ടും. ഒരു 100 രൂപയൊക്കെ കിട്ടിയാൽ ഒരു 5 രൂപയൊക്കെ നമുക്ക് തരും. പക്ഷെ അതൊക്കെ അന്ന് വലിയ കാര്യമായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ അതില് അമ്മ വീട്ടിൽ പോകുമെന്ന് ഓർക്കുന്നുണ്ട്. അമ്മ വീട്ടിലെ അവധിക്ക് പോയിട്ട് എല്ലാരും കൂടെ എന്നാ രസമായിരുന്നു. എല്ലാരും കൂടെ കളിക്കുന്നത്. ഈ അവധി കിട്ടാൻ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് കുറെ നാളത്തേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് പിന്നെ എല്ലാരും കൂടെ അതെ അവിടെ അതെ വട്ടം കൂടി ഭയങ്കര രസമായിരുന്നു. അതെ അതെ, അതെ തിരിച്ചു വരുമ്പോ കയ്യിൽ എന്തെങ്കിലും കൈമടക്ക് കിട്ടൂലെ, 10 അതെ. രൂപയോ ആ 5 അതെ. രൂപയോ. എന്നിട്ട് അതെ 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 അതെ. അതിനായിട്ട് അവിടെ തിരിഞ്ഞു ഞങ്ങള് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവിടുത്തെ പള്ളിപ്പെരുന്നാളിനാ പോവുക വയനാട്ടില്. അപ്പൊ കൊറേ സാധനങ്ങൾ കിട്ടും, പൈസ കിട്ടും, നല്ല രസമായിരുന്നു. ഭയങ്കര രസാ. ആ അമ്മമാര് തിരിച്ചു പോരില്ല. അവര് 2 ദിവസം കൂടെ അധികം നിൽക്കും. അപ്പൊ എന്നിട്ട് എന്റെ മദറിന്റെ ബ്രദർ ആണ് കൊണ്ടുവിടുക. അപ്പൊ ഈ ഐസാം സാറ് പറഞ്ഞ നമ്മളെ ഒറ്റക്ക് കൊണ്ടുവിടാനുള്ള ഒരു കൈക്കൂലിയാണ് ഈ കയ്യിൽ എന്തെങ്കിലും തരുന്നത്. അതെ, അന്ന് 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് രാജാവായിരുന്നു അല്ലെ. സ്വർഗം കിട്ടിയ പോലെ. ഉം. ഓണത്തിനൊക്കെ നമ്മള് ഒരു ഓണത്തിന് പൂ ദിവസം എന്റെ പറിക്കാൻ മകനെ പോകുമ്പോ തുമ്പപ്പൂ. എന്റെ മകന് പട്ടികൾ ഇങ്ങനെ വരി വരിക്ക് എടുക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താരാന്ന് ഈ ഫോട്ടോ കാണിച്ച്. ഷാജിമാന്റെ വീട്ടിൽ പോയാല് എല്ലാവരും കൂടെ ഹാളിൽ ഇങ്ങനെ പായ വിരിച്ച് കിടക്കുന്ന പോലെ തോന്നിയത്. പട്ടികൾ ഇങ്ങനെ വരി വരിക്ക് കിടക്കുന്നത് കണ്ടപ്പോ. കാരണം ഇന്ന് അങ്ങനെ ഒരു കാഴ്ച ഇല്ലല്ലോ. എല്ലാവരും കൂടെ അതെ, കിടക്കാന്നുള്ളത്. സത്യം. അല്ല ഒരു റൂം പായ മതി വിരിച്ച് എല്ലാവർക്കും ഇവിടെ. അല്ല നിരന്തം കിടക്കുമായിരുന്നു പായ വിരിച്ചിട്ട്. അതെ, അന്ന് പായ വെക്കുന്നവരും ചട്ടി വെക്കുന്നവരും ഒക്കെ വരുമായിരുന്നു വീട്ടിലല്ലേ. കൈതോല കൊണ്ട് ഉണ്ടാക്കുന്ന പായല്ലേ. അതുപോലെ ഈവൻ ബ്രെഡ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ അതൊക്കെ അന്നൊക്കെ വലിയ പുതുമയായിരുന്നു. അങ്ങനെ വിൽക്കാൻ കൊണ്ടിരുന്നത്. യെസ്. ധാരണ ഉണ്ടാവില്ലേ സ്റ്റിക്ക് വളയമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുപ്പിവാളയൊക്കെ വിൽക്കാൻ ആൾക്കാർ വരും. ഐസ്ക്രീം പിന്നെ ഓർക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീം ഇങ്ങനെ മണി കിലുക്കിക്കൊണ്ട് വരുമല്ലോ, ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടുവരുന്നേ ബോക്സിനകത്ത് അതെ സൈക്കിളില്. അതെ. പിന്നെ വീട്ടിൽ വന്ന് ഇങ്ങനെ അച്ചു കുത്തിയിട്ടുണ്ട്. വയനാട്ടിലായിരുന്നപ്പോ അച്ചു കുത്താന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ പോളിയോ അല്ലേ? സുസന്മാൻ ഓർക്കുന്നുണ്ടാവും അല്ലെ? കയ്യിൽ ഇങ്ങനെ ഒരു അച്ച്. അതിങ്ങനെ ഒരു നീഡിലോട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കുത്തിയായിരിക്കും അങ്ങനത്തെ ചെയ്യുന്നത്. എന്തൊരു സാധനം കുഞ്ഞിലെ കിട്ടിയത് യെസ് ഓർക്കുന്നത്. അത് എന്റെ ഇവിടെ തോളിന്റെ ഇവിടെ വലിയൊരു പഴുത്തിട്ട വലിയ ഒരു നാണയത്തിന്റെ അത്രയുള്ള ഒരു പാടുകൊണ്ട്. അതെ അതെ. അന്ന് ആൺകുട്ടികൾക്കുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാല് വീട്ടിലേതെങ്കിലും വിരുന്നുകാരൊക്കെ വന്നാല് ഈ കോയിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടേണ്ടി വരുമായിരുന്നു. തുറന്നു വിട്ട കോഴിക്കൂടുന്ന് കോയിനെ പിടിക്കാൻ ആ പറമ്പ് മുഴുവൻ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നാല് ഒരു വലിയ കഷ്ണം അയാൾക്ക് കൊടുക്കും. എന്തെല്ലാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കളികളായിരുന്നു അല്ലേ? അൻസാർ സാറിനൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ? പുള്ളി നോക്കി വീഴ്ത്തുമായിരിക്കും കോഴീനെ. അല്ല, വിരുന്നുകാരെ കാണാതെ ടാസ്ക് ആയിട്ട് ബേക്കറി സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്നതൊക്കെ വലിയൊരു ടാസ്ക് തന്നെ. അതെ അതെ അതെ. ആ ബേക്കറി സാധനം കട്ട് തിന്നാറുണ്ടായിരുന്നില്ല നമ്മള് പണ്ട്. അമ്മയൊക്കെ തിരുമ്പാൻ പോകുന്ന സമയത്തോ. വിരുന്നുകാര് പോവാൻ കാത്തിക്കായിരിക്കും അല്ലേ? കട്ട് തിന്ന സാധനം ഉണ്ടല്ലോ, അനിസ്പ്രയുടെ പൊടി ഉണ്ടല്ലോ, അനിസ്പ്രയുടെ പാൽപ്പൊടി. അത് പറഞ്ഞപ്പോഴേ ഓർമ്മ കറക്റ്റ് പാൽപ്പൊടി കട്ടിണ്ടായിരുന്നു. അതെ, അത് തിന്നാനായിരുന്നു ഇഷ്ടം, കുടിക്കാനല്ല. ഹോർലിക്സ് ഹോർലിക്സ് ഒക്കെ
പൊടി വാരിയിട്ട് ചുണ്ടത്തൊക്കെ പറ്റി കിടക്കുന്നത് അല്ലേ? പിടിക്കും. പിടിക്കും. പിന്നെ ഇത് എന്താണ് ജ്യൂസ് വാങ്ങും. ബോട്ടിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയില്ല. എന്റെ ചെറിയ ബ്രദർ അങ്ങനെ ഒഴിച്ചു തരും. നമുക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണം അറിയില്ല. അപ്പൊ അമ്മയും അച്ഛനെ എവിടെയോ പുറത്തു പോയിരുന്നു. അപ്പൊ ഞങ്ങളും ആ സമയത്ത് 3 പേര് ഉണ്ടായിരുന്നു. എന്റെ ഏറ്റവും ചെറിയ ബ്രദറിന്റെ അടുത്ത് അവന് ഭയങ്കര നോട്ടിയായിരുന്നു. അവനെ പോയിട്ട് ആ ജ്യൂസ് ബോട്ടിൽ എടുക്കാൻ പറഞ്ഞിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെ തിക്കായിട്ട് അങ്ങോട്ട് 3 പേരും കുടിച്ചു. പിന്നെ കിട്ടി മുതുകത്ത് 3 പേർക്കും നല്ലോണം അടി കിട്ടി. ഫുൾ ബോട്ടിൽ കാലിയായി സർ, ജ്യൂസ് ബോട്ടിൽ. Nowadays children don't experience anything. They are nothing to talk. ഒന്നും ഇങ്ങനെ ഷെയർ ചെയ്യാനോ അവർക്കൊന്നും ഇല്ല. കളിക്കുന്ന വലിയ പോലില്ലല്ലോ. വലിയ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കുപ്പിയില് സോഡയുടെ ബോട്ടില് ജ്യൂസ് അല്ല, എനിക്ക് തോന്നുന്ന ഒരു പൊടി കലക്കിയത് ടാങ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന്. അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ടാങ് അല്ല, കല്യാണങ്ങൾക്ക് ഒരു ബോക്സ് ആയിരിക്കൂലേ കിട്ടുക. രസ്ന. യെസ്, രസ്ന. യെസ്, രസ്ന. അല്ല, അതൊക്കെ കല്യാണത്തിന് പോയാലേ കിട്ടുള്ളൂ അന്ന്. പിന്നെ വീട്ടിലൊന്നും വാങ്ങിക്കില്ല. കല്യാണങ്ങൾക്ക് ഒരു ബോക്സ് ആയിരിക്കൂലേ, ബോക്സിലല്ലേ ബേക്കറി സാധനങ്ങളൊക്കെ കിട്ടുക. പപ്സ് ഒക്കെ ആയിരുന്നു അന്നത്തെ ലക്ഷറി എന്ന് പറയുന്നത്. ആഘോഷമായിരുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ. ആ കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പേ അയൽവക്കക്കാരൊക്കെ അവിടെ അരിയിൽ കല്ല് പെറുക്കാനും ഉള്ളി തോല് കളയാനൊക്കെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ താമസിക്കും. ഒരാഴ്ചത്തെ ഫുഡ് അവിടെ നിന്നായിരിക്കും. എനിക്ക് ഓലമേഞ്ഞ ആ പന്തല്, പെട്രോമാക്സ് ഇല്ലേ നമ്മള് കറണ്ട് പോകുമ്പോ അടിക്കുന്ന, അത് ഓർമ്മ ഉണ്ടോ? അതെ. അപ്പൊ ആ കസാരകളൊക്കെ, ഈ ഇരുമ്പിന്റെ കസാരൊക്കെ ചുമന്ന് കൊണ്ടുവരണം. ചൂടില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ. അപ്പൊ അവിടെ ബൊഫേ സിസ്റ്റം അല്ലല്ലോ. നമ്മള് അയൽപക്കക്കാരെല്ലാരും ആയിരിക്കും ഭക്ഷണം വിളമ്പുന്നതും. ആ ഭയങ്കര സൗണ്ട് ആയിരിക്കും. നമ്മളീ കപ്പയും ബീഫും ഉണ്ടാക്കും കല്യാണത്തിന്റെ തലേന്ന്. ബീഫല്ല, ഈ അതിന്റെ ഒരു എനിക്ക് ബോട്ടി. നിങ്ങൾക്ക് എറണാകുളത്തൊക്കെ അതിന് കപ്പ ബിരിയാണി എന്ന് പറയും. ഞങ്ങളവിടെ എല്ലും കപ്പയും. ഞങ്ങള് പണ്ട് വയനാട്ടില് കല്യാണത്തിന്റെ തലേദിവസം ഉണ്ടാക്കുന്നത് എല്ലും കപ്പയെന്ന് പറയും. അല്ല, അന്നൊക്കെ ഈ പോത്തിനെ അറക്കുകയാണ് ചെയ്യുക, വാങ്ങിക്കല്ലല്ലോ. അപ്പൊ അതില് ബാക്കി വരുന്ന ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തതെല്ലാം ഇതിലേക്ക് എടുക്കും തലേ ദിവസം. അതൊരു ചടങ്ങാണല്ലോ. അപ്പൊ അതിന്റെ ഇത് അന്നൊക്കെ ഒരു ബിരിയാണി കല്യാണം ഉണ്ടാവണം അല്ലേ? ഇന്നിതെല്ലാം കഴിഞ്ഞായിരുന്നു തിരിച്ചു പോകുന്നുണ്ടോ? ഞാൻ പോട്ടെ. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത്, ഇവിടെ എത്ര പേര് ഗൾഫുകാരുടെ ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് ഈ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമ്പം ഒരു റോള് തുണിയാ കൊണ്ടുവരിക, ഒരു ഫുൾ റോള്. എന്നിട്ട് എല്ലാവർക്കും ഒരേ ഡ്രസ്സായിരിക്കും. പെരുന്നാളിനൊക്കെ ജ്യേഷ്ഠന്, അനിയന്, കസിൻസിന് എല്ലാവർക്കും ഒരൊറ്റ കളറ്. നമ്മളെ എത്തിങ്ങാനെന്നാണ് പറയാ. കാരണം എല്ലാരും ഒരേ കളർ പാന്റും ഒരേ കളർ ഷർട്ടും. അന്നും ഉണ്ടായിരുന്നല്ലേ ഡ്രസ് കോഡ്? അപ്പൊ ഡ്രസ് കോഡ്. പക്ഷെ അല്ല, അന്നത് വാങ്ങിക്കാൻ ബ്രദറും ഒരേ പോലത്തെ ഷർട്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കൊണ്ടുവരുന്നോണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ അത് ലാഭം അതാണ്. ഒരു ഫുൾ റോള് വാങ്ങിക്കുന്നതാണ് ലാഭം. അപ്പൊ അത് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. ഒരു ലൈറ്റ് റോസും ഒരു പച്ചയും ഞാൻ ഓർക്കുന്നുണ്ട്. അധികം ഇങ്ങനെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഒരേപോലെ ആയാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷാണല്ലേ അന്ന്. അയ്യോ, ഭയങ്കര സന്തോഷമാണ്. ഈ പെട്ടിപെട്ടികൾ എന്ന് പറയുന്ന ചടങ്ങുണ്ട്. ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നാല് രാത്രി 11 മണി വരെയൊക്കെ കാത്തിരിക്കും എന്താണ് ഇതിനകത്തുള്ളതെന്ന് അറിയാൻ. ഈ മറ്റേ അമൃതാഞ്ജൻ അതൊക്കെയാണ് നമുക്ക് കിട്ടുക. യൂക്കാലിപ്റ്റസിന്റെ സംഭവം പറഞ്ഞപ്പോഴേ എന്റെ എളാപ്പ വരുന്ന സമയത്ത്, ഞങ്ങള് വലിയൊരു ഫാമിലിയാണ്. അപ്പൊ തറവാട്ടിലേക്ക് വരുമ്പം ഈ വലിയ പെട്ടിയാണ്, ഒരു 30 കിലോന്റെ. അപ്പൊ ആ പെട്ടി എപ്പോഴാ പൊളിക്കുന്നത്? ഞാനൊക്കെ അന്ന് ചെറുതാണ്, 8 or 9 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഈ പെട്ടി പൊളിക്കുമ്പോ ഒരു 10-25 പേരുണ്ടാവും ചുറ്റും നിൽക്കാൻ. ഓരോരുത്തർക്കുള്ള സാധനങ്ങൾ കൊടുക്കണേ. അപ്പൊ ഇത് ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. ഇത്രയും ആളുകൾക്ക് സാധനം കൊടുക്കണ്ടേ. അപ്പൊ ചില ആൾക്ക് ടൈഗർ ബാം കൊടുക്കും, ചില ആൾക്ക് യൂക്കാലിപ്സിന്റെ മരുന്ന് കൊടുക്കും, ചില ആൾക്ക് നഖം വെട്ടില്ല നൈൽ കട്ടർ. അങ്ങനെ ഓരോ സാധനം. പിന്നെ ഒരു പൗഡർ ഉണ്ടായല്ലോ, എന്തുവാ ഗൾഫിൽ നിന്ന് കിട്ടുന്ന പേര് മറന്നുപോയി. ഈ ടാൽക്കം പൗഡർ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് കിട്ടുക. യെസ്, യാർഡിലി. അതെ.
അപ്പൊ അതൊക്കെ കിട്ടുള്ളൂ. അടിപൊളിയായിരുന്നു. അന്ന് സ്പ്രേന്റെ ബോട്ടിൽ പോലത്തെ ഒരു ഷേവിങ് ക്രീം ഉണ്ടായിരുന്നു, ഗില്ലറ്റിന്റെ. എന്റെ അമ്മായി, അപ്പോ എളാപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ട് വാഷ്റൂമിൽ പോകാൻ വേണ്ടിട്ട് ടേബിൾ മേൽ വെച്ചാണ് ഷേവ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോ അമ്മായിക്ക് അറിയില്ല അത് സ്പ്രേ അല്ല എന്നുള്ളത്. അമ്മായി എടുത്തിട്ട് ബ്ലൗസിന്റെ കൂടെ രണ്ടടി അടിച്ചു. അപ്പോ പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പത വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഷേവിങ് ക്രീമാണ്. അന്ന് ആ ബോട്ടിൽ കണ്ടാൽ എല്ലാവരും സ്പ്രേ ആണെന്നല്ല വിചാരിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഒരു കോമഡികളാണ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ ഇന്നോസെൻസ്, എല്ലാരും ഇന്നോസെന്റ് ആയിരുന്നു. ഇന്നോസെൻസ് വാസ് സോ മച്ച് ഇൻ ദി സൊസൈറ്റി. അന്ന് കുറെ കഥകൾ കേൾക്കാനില്ല, യക്ഷിക്കഥകളും പ്രേതക്കഥകളും അല്ലെ. നമുക്ക് പുറത്തിറങ്ങാൻ വരെ പേടിയായിരിക്കും രാത്രി. ഡിറ്റക്റ്റീവ് കഥകൾ പേടിപ്പിക്കാനുള്ള ആളുകളും ഉണ്ടാവും. അത് രാത്രി കിടക്കുമ്പോഴായിരിക്കും അധികം പറയാ അല്ലേ, എന്നിട്ട് പേടിപ്പിച്ചിട്ട്. റോഡ് സൈഡിലെ പറമ്പുകളൊക്കെ ആയിരിക്കുമല്ലോ, കൂടുതൽ വീടുകൾ ഉണ്ടാവില്ല. അപ്പൊ 2-3 മരം ഒരുമിച്ച് നിക്കണ സ്ഥലം കണ്ടാല് അവിടെ മറ്റേ ആരെങ്കിലും തൂങ്ങി നിക്കണതാണെന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലേ പോകുമ്പോ അത് മനസ്സിൽ ഇങ്ങനെ വരും. ഒരു ഓട്ടം അവിടെ വന്നിട്ട് അങ്ങനെ കുറെ കേൾക്കുമായിരുന്നു. നമുക്ക് അന്നൊക്കെ അങ്ങനത്തെ കുറച്ച് ടെൻഷനുകളും സ്കൂളില് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കണത്, പരീക്ഷ, അതൊക്കെ ഉള്ളു അല്ലേ, വേറെ ഒരു ടെൻഷനും ഇല്ല. അതെ അതെ. പിന്നെ സ്കൂളിൽ നേരം വൈകി ചെല്ലുമ്പോ കിട്ടുന്ന അടി, അങ്ങനത്തെ ഒക്കെ. നമ്മുടെ മക്കളെ വെച്ചിട്ട് ഇതൊക്കെ പറയണല്ലേ, എല്ലാവരും വന്നതിൽ സന്തോഷം. മക്കളെ എനിക്ക് വെച്ചിട്ട് ഇതൊക്കെ തോന്നുന്നത് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ മെമ്മറി ഉള്ളത് സൂസൻ മാമിനും ചന്ദ്ര മാമിനായിരിക്കും പറയാനുണ്ടാവുക. അവരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയതെന്ന് തോന്നുന്നു അല്ലെ. ശരിക്കും കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. യു റിയലി ടുക്ക് us ബാക്ക് ടു ദ ചൈൽഡ്ഹുഡ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റി, ആൻഡ് ടു റീലിവ് ഇറ്റ് ആൻഡ് യു റിയലൈസ് ഹൗ മച്ച് യു ആർ മിസ്സിങ് ഇറ്റ്, യു നോ. പിന്നെ ഒരു കാര്യം സർ പറയേണ്ടത്, സ്കൂളിലൊക്കെ ടീച്ചേഴ്സ്, ഞാനൊക്കെ മുറുക പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യാതെ അച്ഛനും അമ്മയൊന്നും ഇൻവോൾവ് ആവുകയില്ല. അടി കൊടുത്തോളം പറയും, ചെയ്തില്ല അവനെ അടി കൊടുത്തോളം, ചോദ്യം ഇല്ല അവിടെ. അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ചില കാര്യങ്ങള് ടീച്ചേഴ്സും ഒരു ബാഡ് ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. സോ സ്കൂൾസിലും എന്റെ അച്ഛനൊക്കെ പറയാം, അവൾ തെറ്റ് ചെയ്തു അവനെ അടിച്ചോളൂ പറയും. അടി നല്ലോണം കൊണ്ടിട്ടുണ്ട്, സ്കൂളിലും കൊണ്ടിട്ടുണ്ട്, വീട്ടിലും കൊണ്ടിട്ടുണ്ട്. ഇന്ന് പേരൻസ് ഒന്നും പറയാനും പറ്റില്ല. ടീച്ചേഴ്സും സ്കൂളില് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്. ആരുടെ അടുത്തും ഒന്നും പറയാൻ പറ്റില്ല. സോ ആ രീതിയിൽ ഈവൻ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് മെമ്മറി സർ. ബിക്കോസ് ഞാനിപ്പോ ആലോചിക്കും, ഞാൻ ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ പേടിയാവും. കുട്ടി എന്ത് ചെയ്യോ എന്നെ എന്നുള്ള രീതിയിൽ, അതേ രീതിയിൽ ഇൻസൾട്ട് ചെയ്തോ ഞാൻ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് എന്റെ കോളേജ് ടീച്ചേഴ്സ് പോലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്തു പറഞ്ഞാൽ നല്ലോണം ചീത്ത പറയും സർ. അത് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ നമ്മൾ ജനറേഷൻ തെറ്റാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ വൈ ഡിഡ് നോട്ട് വി തിങ്ക് ലൈക്ക് ദാറ്റ്? വൈ അവർ പേരൻസ് ഡിഡ് നോട്ട് ട്രൈ ടു പ്രൊട്ടക്ട് us? അല്ലെങ്കിൽ അവര് നമ്മളുടെ മക്കളിനെ അടിച്ചു, അടിക്കാനാ പറഞ്ഞു കൊടുക്കുക ടീച്ചേഴ്സിന്റെ അടുത്ത്. ബട്ട് നോട്ട് ഫോർ റൈറ്റ് തിങ്സിന് അവർ ടീച്ചേഴ്സും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ കേട്ടിട്ടില്ല, പേപ്പറിൽ വായിക്കേ പിടിക്കേ ഒന്നും കേട്ടിട്ടില്ല. ഇൻസൾട്ടായിട്ട് നമ്മൾ എടുക്കാറില്ല, നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലായിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ക്രൗഡ് അതിനെ ബിലോങ് ചെയ്യുന്നതായിരിക്കും തോന്നുന്നു. ദാറ്റ്സ് വൈ യു ഗോട്ട് ടുഗെദർ. എനിക്കൊരു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അന്ന് പിന്നെ അങ്ങനത്തെ മൈൻഡ് ആർക്കും ഇല്ലല്ലോ. എന്ന് വെച്ചാല് അങ്ങനെ അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കുഴപ്പമാണെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പാരന്റ്സിനായാലും. വീട്ടിൽ വരുമ്പോ സ്കൂളിൽ നിന്ന് അടി കിട്ടിയെന്ന് അറിഞ്ഞാൽ വീട്ടിൽ വരുമ്പോ അതിന്റെ ബാക്കി വീട്ടിൽ കിട്ടും. നല്ലപോലെ നുള്ളും ചില ടീച്ചേഴ്സ്. അത് നമ്മൾ തെറ്റായിട്ട് തോന്നിയിട്ടില്ല, നമുക്കത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അതിന്റെ ടെൻഷനൊക്കെ ഇന്റർവെല് വരെ മാത്രം ഉണ്ടാവുള്ളായിരുന്നു. ഇന്റർവെല് കഴിഞ്ഞാൽ അതപ്പം മറക്കുകയും ചെയ്യും ആ കിട്ടിയ അടിയൊക്കെ. നമ്മളെ ക്ലാസ് റൂമിൽ ഒരേ പ്രായക്കാരല്ലല്ലോ. എന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, നമ്മുടെ നക്കിൾസില്ലേ, നക്കിൾസ് ഹാൻഡിനെ തിരിച്ചു പിടിക്കാൻ പറയും. സ്കെയിൽ എപ്പോഴും കയ്യിലെ സ്കെയിൽ കൊണ്ട് ആ നക്കിൾസിൽ അടിക്കാൻ ഞാൻ അടി കൊണ്ടിട്ടുണ്ട്.
അപ്പൊ ഞാൻ ആലോചിക്കുക, എന്റെ അച്ഛൻ ഒന്നും എന്നെ ഡിഫെൻഡ് ചെയ്തില്ലോ, വന്ന് സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, നന്നായി എന്ത് തെറ്റ് ചെയ്തു എന്നാ ചോദിക്കുക. സോ ദാറ്റ് ഈസ് സംതിങ് നമ്മൾ റിയലി, ഞാൻ എപ്പോഴും ആലോചിക്കും അത്. അതെ. ഇന്ന് അല്ല, നമ്മൾ അന്ന് വൈൻഡ് അപ്പ് ചെയ്യില്ല സർ. എല്ലാം അതെ കേട്ട് കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി, എല്ലാരും വയസ്സന്മാരാണ്. അതെ. എന്തായാലും എല്ലാവരും ആ ഒരു 80s-90s ഓർമ്മകളിൽ മാച്ച് ചെയ്യുന്നവരാണ്. യെസ് യെസ് സർ. എന്തായാലും താങ്ക് യു. എല്ലാവരും നന്നായിട്ട് ഇന്ററാക്ട് ചെയ്തു, എല്ലാവരും അനുഭവങ്ങൾ പറഞ്ഞു, മെമ്മറീസിലേക്ക് ഒന്നുകൂടെ പോകാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ Thank ഫോർ you very much. ഗിവിംഗ് Thank us എ you. മെമ്മറബിൾ സെഷൻ. താങ്ക് യു താങ്ക്സ്. സർ. താങ്ക് ഹൈസം യു. സാർ ഉറങ്ങി. സാർ പോയി ഉറങ്ങിക്കോ. ഞങ്ങളൊക്കെ ഇനി നൊസ്റ്റാൾജിയയിൽ ജീവിക്കട്ടെ കുറച്ചേരം കൂടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ 4 മണിയായിട്ടേ ഉള്ളൂ. താങ്ക് യു സർ. ഉറങ്ങിയില്ലല്ലോ ഇന്നലെ. അല്ല, ഞാനിപ്പോ പുറത്ത് പോയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാൻ പോയിട്ട് ഇപ്പൊ വന്നാണ്. രചന മാമിന്റെ ശബ്ദമൊക്കെ തിരിച്ചു വന്നല്ലോ. ആ കൊറേയൊക്കെ തിരിച്ചു വന്നു. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇന്നത്തെ പിന്നെ സെഷൻ ശേഷം കുറച്ചുകൂടെ ഉഷാറായിട്ടുണ്ട് ഇപ്പൊ. അതെ, ഈ ഒരു ടോപ്പിക് ആയിട്ടപ്പോ ഞാൻ എന്തായാലും ഷെയർ ചെയ്തായിരുന്നു. അതെ, ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ചേഞ്ച് വേണ്ടേ, നമ്മളൊന്ന് ഹാപ്പി ആവണ്ടേ. വെറൈറ്റി ടോപ്പിക്കുകളൊക്കെ എല്ലാവരും കൊണ്ടുവരാം. സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇതൊക്കെ നമ്മളെ മക്കളുടെ അടുത്തൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇതൊന്നും മനസ്സിലാവൂലല്ലോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് ഒന്നും വേറെ ചിലപ്പോ ആരുടെ അടുത്തും പറഞ്ഞാൽ കിട്ടൂല. അതെ, അതാണ് അതിന്റെ പ്രത്യേകത. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? ഓക്കെ. Okay, once again, thank you very much and have a good day, everyone. താങ്ക് യു. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക് യു. ഓക്കെ, ബൈ.